ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ പറയുന്നത് വീരസിംഹാവലോകനം എന്ന ഗ്രന്ഥത്തിലെ 6-ാമത്തെ അധ്യായമായ അജീർണാധികാരം എന്നതാണ്. ജ്യോതിശാസ്ത്രത്തിൽ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം. അതിപരിഭൂതകൃപണ സഹജയുതോ മാനവോ ഭവതി ജീവേ മന്ദാഗ്നിസ്ത്രീവിയുതോ ദുശ്ചിത്കേ പാപകർമാച. അതായത്, 3-ാമിടത്ത് വ്യാഴം നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അതിനിന്ദിതനും ദരിദ്രനും പാപിയും സഹോദരന്മാരോടു കൂടിയവനും ഭാര്യയോട് വേർപെട്ടവനും അഗ്നിമാന്ദ്യമുള്ളവനുമായിരിക്കുമെന്ന് പറയുന്നു. ഇതിൽ തന്നെ ബലം കുറഞ്ഞ വ്യാഴത്തിനുള്ള സ്നാനവും പരിഹാരവും നോക്കാം. അൽപോദരാഗ്നിപുംസ്ത്വപരിഭൂതോ ദുർബലോലസഷ്ഠേ സ്ത്രീവിയുതോരിബുഹന്ത ജീവേ പുരുഷോതിവിഖ്യാത. അതായത്, 6-ാമിടത്ത് വ്യാഴം നിൽക്കുന്നവൻ അഗ്നിമാന്ദ്യമുള്ളവനും പുരുഷലക്ഷണം കുറഞ്ഞവനും നിന്ദിതനും ദുർബലനും മടിയനും ഭാര്യയോട് വേർപെട്ടവനും ശത്രുക്കളെ നശിപ്പിക്കുന്നവനും അതിപ്രസിദ്ധനുമായി ഭവിക്കും. 6-ൽ വ്യാഴം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അജീർണ രോഗത്തിൻ്റെ ശാന്തിക്ക് വ്യാഴപ്രീതി വരുത്തുവാൻ വേണ്ടി ബൃഹസ്പതേ അതിയത് എന്ന മന്ത്രം കൊണ്ടുള്ള ജപവും എള്ള്, നെയ്യ്, അരയാൽ വിറക് ഇവ കൊണ്ടുള്ള ഹോമവും പീതവസ്ത്രധാരണവും ചെയ്യണമെന്ന് പറയുന്നു. മാലതീ കുസുമ ശുഭ്രസർഷപൈ പല്ലവൈശ്ച മദയന്തികോദ്ഭവൈ മിശ്രമംബുമധുകേന ച സ്ഫുടം വൈകൃതം ഗുരുകൃതം നികൃന്ദതി എന്നുള്ള വചനമനുസരിച്ച് പിച്ചകപ്പൂവ്, വെൺകടുക്, വള്ളിമുല്ലയുടെ തളിര്, ഇരട്ടി മധുരം ഇവയിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം കൊണ്ട് കുളിക്കണമെന്ന് പറയുന്നു. പുഷ്യരാഗമോ മുത്തോ ധരിക്കുകയും വേണം. തൈർച്ചോറ് നിവേദിക്കുകയും ചെയ്യണം. അടുത്തത് കർമ്മവിഭാഗത്തിലേക്ക് കിടക്കാം. അന്നം മോഷ്ടിച്ചവൻ അജീർണ രോഗിയായി തീരും. ഇതിൻ്റെ പരിഹാരത്തിനു പ്രായശ്ചിത്തമായി വയസ്സും ശരീരബലവും അനുസരിച്ച് 3 ദിവസം ഉപവസിക്കുകയും അഗ്നിരശ്മി എന്ന മന്ത്രം 108 ഉരു ജപിക്കുകയും പായസച്ചോറ്, നെയ്യ് ഇവ കൊണ്ട് ഹോമിക്കുകയും ചെയ്യണം. കൂടാതെ പലിശപ്പണം കൊണ്ട് ഉപജീവിക്കുന്നവനും വ്രതാദി സത്കൃത്യങ്ങൾ അനുഷ്ഠിക്കാത്ത ബ്രാഹ്മണനും ശൂദ്രൻ തരുന്ന ആഹാരം വാങ്ങി കഴിക്കുന്നവനും അജീർണം, വയറുവേദന എന്നിവ ഉണ്ടാകും. ശൂദ്രസ്യൈവ തു ഭുക്ത്വാന്നമാവ്രതസ്യ ദ്വിജസ്യ ച ശൂലവ്യാധിർഭവേ നിത്യം അജീർണാമയ പീഡിത എന്നിങ്ങനെ മേൽ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് അനുകൂലിക്കുന്ന മഹദ്വാക്യവുമുണ്ട്. അജീർണം ശമിക്കാൻ 3 ദിവസം പട്ടിണി കിടക്കണം. 3 ഫലം ശുദ്ധമായ വെള്ളിയും ആഹാരസാധനവും കുടുംബവാനും സത്സ്വഭാവിയും വേദാധ്യയനം ചെയ്തിട്ടുള്ളവനുമായ ബ്രാഹ്മണന് ദാനം ചെയ്യുകയും വേണം. ഗോമാംസം ഭക്ഷിക്കുന്നവന് അഗ്നിമാന്ദ്യമുണ്ടാകും. അതിൻ്റെ പരിഹാരത്തിനായി അഗ്നിസൂക്തവും ശ്രീസൂക്തവും ജപിക്കണം. ഇപ്രകാരം പരാശരവചനമുണ്ട്. കൂടാതെ അകാരണമായി വിഷം കൊടുത്ത് ഭ്രാന്ത് പിടിപ്പിക്കുന്നവൻ അഗ്നിമാന്ദ്യമുണ്ടായി മൃതപ്രായനായി തീരും. ഇതിൻ്റെ പരിഹാരത്തിനായി നെയ്യ്, പായസച്ചോറ് എന്നീ ഹോമദ്രവ്യങ്ങളോടുകൂടി രുദ്രസൂക്തം 10,008 ഉരു ജപിച്ച് ഹോമിക്കണം. 40 ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുകയും വേണം. ബോധായനൻ ഇപ്രകാരം പറയുന്നു. ദക്ഷിണം, ഗാർഹപത്യം, ആഹവനീയം എന്നിങ്ങനെയുള്ള 3 അഗ്നികളെ നശിപ്പിച്ചവൻ അഗ്നിമാന്ദ്യ രോഗിയായി തീരും. അതിൻ്റെ പ്രതികാരത്തിനായി അരപ്പലമോ കാൽപ്പലമോ അരക്കാൽപ്പലമോ വെള്ളി കൊണ്ട് അഗ്നിവാഹനമാകുന്ന ആട്ടിൻ പ്രതിമയുണ്ടാക്കി അതിൻ്റെ കുളമ്പുകൾ സ്വർണം കൊണ്ട് കെട്ടിച്ച് ആ പ്രതിമയെ വെളുത്ത പൂക്കൾ കൊണ്ടുള്ള മാല അണിയിച്ച് ചന്ദനം കൊണ്ട് പുകച്ച് സൗരഭ്യമുണ്ടാക്കി 32 ഇടങ്ങഴി അരി ഒരു പാത്രത്തിലിട്ട് അതിന്മേൽ വെച്ച് ശുഭ്രവസ്ത്രം കൊണ്ട് മൂടി വേദാനാം യോ മുഖം ഹവ്യവാഹന സർവപൂജിത ഇത്യാദി ധ്യാനമന്ത്രത്തോടുകൂടി സുശീലനും കുടുംബവാനുമായ ഒരു ബ്രാഹ്മണനു ദാനം ചെയ്യണം. ഈ മേഷദാനവിധി കൊണ്ട് അഗ്നിമാന്ദ്യ രോഗമുള്ളവൻ ജഠരാഗ്നി ബലമുള്ളവനായി 100 വർഷക്കാലം ജീവിച്ചിരിക്കും. അജീർണ രോഗത്തിൻ്റെ നിദാനവും ചികിത്സയും എന്താണെന്ന് നോക്കാം.
മാധവനിദാനം എന്ന ആയുർവേദ ഗ്രന്ഥത്തിൽ പറയുന്ന കാരണങ്ങൾ നോക്കാം. അത്യംബുപാനാദ്വിഷമാശനാച്ച സന്ധാരണാ സ്വപ്ന വിപര്യാച്ച കാലേ വിസാത്മ്യം ലഘുചാഭിഭുക്തമന്നം ന പാകം ഭജതേ നരസ്യ. അധികമായി വെള്ളം കുടിക്കുകയോ സമയം തെറ്റി ഊണ് കഴിക്കുകയോ മലമൂത്രാതിവേഗങ്ങളെ തടുക്കുകയോ പകൽ ഉറങ്ങുകയോ ചെയ്താൽ സമയത്ത് തന്നെ ഭക്ഷിക്കപ്പെട്ട അന്നമായിരുന്നാലും പഥ്യമായും സ്നിഗ്ധോഷ്ണാദി ഗുണങ്ങളോട് കൂടിയതായും ഇരുന്നാലും ദഹിക്കുന്നതല്ല. മന്ദം, തീക്ഷ്ണം, വിഷമം, സമം എന്നിങ്ങനെ ജഠരാഗ്നി 4 തരത്തിൽ ഉണ്ടാകുന്നുണ്ട്. കഫം കൊണ്ട് മന്ദവും പിത്തം കൊണ്ട് തീക്ഷ്ണവും വാതകോപം കൊണ്ട് വിഷമവും ദോഷസാമ്യം കൊണ്ട് സമവുമായി തീരും. വിഷമാഗ്നി വാദം കൊണ്ടും തീക്ഷ്ണാഗ്നി പിത്തം കൊണ്ടും മന്ദാഗ്നി കഫം കൊണ്ടും ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് കാരണമാകുന്നു. സമാഗ്നിയായിരിക്കുന്നവന് സമമാത്രയെ അനുസരിച്ചുള്ള ഭക്ഷണം സുഖമായി ദഹിക്കുന്നല്ല. മന്ദാഗ്നിയായിരിക്കുന്നവന് അല്പമായ മാത്രയും ദഹിക്കുന്നില്ല. വിഷമാഗ്നിയായിരിക്കുന്നവന് ചിലപ്പോൾ ദഹിക്കുകയും ചിലപ്പോൾ ദഹിക്കാതിരിക്കുകയും ചെയ്യുന്നു. അത്യഗ്നിയായിരിക്കുന്നവന് അത്യധികമായ മാത്ര അനുസരിച്ചുള്ള ഭക്ഷണവും വളരെ വേഗത്തിൽ ദഹിക്കുന്നു. ഇവയിൽ വെച്ച് സമാഗ്നിയാണ് ശ്രേഷ്ഠം. കഫം ക്ഷയിച്ച അവസരത്തിൽ വാദത്തിൻ്റെ സഹായം കൊണ്ട് പിത്തം സ്വസ്ഥാനത്ത് കോപിച്ച് ജഠരാഗ്നിയെ വളരെ വർദ്ധിപ്പിക്കുകയും അപ്പോൾ അതിനെ ഭസ്മകം എന്ന് പറയുന്നു. ചിലർ അജീർണത്തെ കഫകോപം കൊണ്ടും ആമം എന്നും പിത്തകോപം കൊണ്ട് വിദഗ്ധമെന്നും വാതകോപം കൊണ്ട് വിഷ്ടംഭം എന്നും 3 വിധത്തിൽ പറയുന്നുണ്ട്. ചില സമയത്ത് ആഹാരം ദഹിച്ചിട്ടും ആഹാരരസം ദഹിക്കാതെ കിടക്കും. ആ അജീർണത്തെ 4മതായി രസശേഷാജീർണമെന്ന് വേറെ ചിലർ പറയുന്നുണ്ട്. വയറുവീർപ്പ് മുതലായ ഉപദ്രവങ്ങളോടുകൂടി അഹോരാത്രം കൊണ്ട് ആഹാരം പക്വതയെ പ്രാപിക്കുന്നത് 5മതായ ഒരു അജീർണമാണെന്നും വയർ വീർക്കുക മുതലായ ഉപദ്രവങ്ങളോട് കൂടാതെ ഒരു പകൽ കൊണ്ട് ദഹിക്കുന്നത് 6മതായ അജീർണമാണെന്നും പറയപ്പെടുന്നു. അടുത്തതായിട്ട് വിഷൂചിക എന്താണെന്ന് നോക്കാം. അജീർണത്തിൽ നിന്ന് വിഷൂചികയുണ്ടാകുന്നു. അജീർണം ഹേതുവായിട്ട് വാദം എല്ലാ അവയവങ്ങളെയും സൂചികൾ കൊണ്ട് കുത്തുന്നുവോ എന്ന് തോന്നുമാറ് ദേഹപീഡയെ ഉണ്ടാക്കുന്നതിനെ വിഷൂചിക എന്ന് പറയുന്നു. വളരെയധികം വെള്ളം കുടിക്കുന്നതുകൊണ്ടും വിരുദ്ധമായ പദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്നതുകൊണ്ടും വേഗങ്ങളെ തടുക്കുന്നതുകൊണ്ടും ഉറക്കം ഒഴിയുന്നതുകൊണ്ടും സാത്മ്യവും കുറഞ്ഞ അളവിലും അന്നം നിശ്ചിത സമയത്തിൽ ഭക്ഷിച്ചിരുന്നാൽ പോലും ദഹിക്കുന്നില്ല. ഈർഷ്യ, ഭയം, കോപം എന്നിവ കൊണ്ട് ക്ഷീണിച്ചവനും ലുബ്ധനും ദുഃഖിച്ചവനും ദീനനും അധികം സന്തോഷിച്ചവനും ഭക്ഷിക്കുന്ന അന്നം യഥാകാലം ദഹിക്കുന്നില്ല. അജീർണ രോഗിക്ക് വായു കോപിച്ചിട്ട് ശരീരത്തിൽ സൂചികൾ കൊണ്ട് കുത്തുന്നത് പോലെ വേദന ഉണ്ടാക്കുമ്പോൾ അതിനെ വൈദ്യന്മാർ വിഷൂചിക എന്ന് പറയുന്നു. പല്ലുകൾ, ചുണ്ട്, നഖം കരുവാളിച്ചും പ്രാണബലം കുറഞ്ഞും ഛർദി കൊണ്ടും വളരെ ദുഃഖിതനായും കുഴിഞ്ഞ കണ്ണുകളോട് കൂടിയവനായും ഒച്ച അടച്ചും കരചരണാദി അവയവങ്ങളുടെ സന്ധികൾ പ്രവർത്തിക്കാൻ കഴിയാത്തവനായും തീരുന്ന വിഷൂചിക രോഗി ജീവിക്കുന്നതല്ല. ജഠരാഗ്നിയെ സമാവസ്ഥയിൽ രക്ഷിക്കണം. വിഷമസ്ഥിതിയിൽ വാതഹരങ്ങളായ ചികിത്സകളും തീക്ഷ്ണതയിൽ പിത്തശമനകരങ്ങളായ ചികിത്സകളും മന്ദതയിൽ കഫശമനങ്ങളായ ചികിത്സകളും ചെയ്യണം. അടുത്തതായിട്ട് ഇതിൻ്റെ ചികിത്സയിലേക്ക് കടക്കാം. ആമദോഷത്തിൽ വയമ്പും ഇന്ദുപ്പും കൂടി പൊടിച്ച് ചൂടുവെള്ളത്തിൽ കലക്കി സേവിപ്പിച്ചോ കൊത്തമ്പാലരി, ചുക്ക് ഇവയിട്ട് കുറുക്കിയ വെള്ളത്തിൽ കൊടുത്തോ ഛർദ്ദിപ്പിക്കുന്നത് ഹിതമാകുന്നു. ആമദോഷത്തിൽ ആമദോഷവും വയറുവേദനയും ശമിപ്പിക്കുന്നവയും വസ്തിശുദ്ധി ഉണ്ടാക്കുന്നവയുമായ ഔഷധങ്ങൾ ഉപയോഗിക്കണം. വിഷ്ടംഭത്തിൽ ശ്വേതകർമ്മവും ഇന്ദുപ്പ് ചൂടുവെള്ളത്തിൽ സേവിക്കുകയോ ചെയ്യണം. രസശേഷത്തിൽ പകലുറക്കവും ഉപവാസവും ഛർദിയും ഹിതമാകുന്നു. ഇനി പകലുറക്കം എവിടെയെല്ലാം നല്ലതാണെന്ന് നോക്കാം. വ്യായാമം, സ്ത്രീസേവ, വഴിനടപ്പ്, വാഹനങ്ങളിൽ സഞ്ചാരം എന്നിവ ചെയ്തവർക്കും അതിസാര രോഗികൾക്കും വയറുവേദന, ഏക്കം, തണ്ണീർദാഹം, എക്കിൾ, വായുരോഗം ഇവ കൊണ്ട് ദുഃഖിതരായവർക്കും ക്ഷീണിതർക്കും കഫം ക്ഷയിച്ചവർക്കും കുട്ടികൾക്കും മതക്ഷീണിതന്മാർക്കും വൃദ്ധന്മാർക്കും അജീർണികൾക്കും രാത്രിയിൽ ഉറക്കം ഉളച്ചവർക്കും ഭക്ഷണം കഴിക്കാതിരിക്കുന്നവർക്കും പകലുറക്കം നല്ലതാകുന്നു. അടുത്തായിട്ട്
കടുക്കാത്തോട്, ചെറുതിപ്പലി, തുവർച്ചിലക്കാരം ഇവ സമം പൊടിച്ച് ദോഷകോപമനുസരിച്ച് ചെറുതേൻ ചേർത്തോ ചൂടുവെള്ളത്തിൽ കലക്കിയോ സേവിക്കാം. 4 തരത്തിലുള്ള അജീർണവും അഗ്നിമാന്ദ്യവും അരുചിയും വയറുവീർപ്പും വാതഗുൽമവും വയറുവേദനയും ശമിക്കും. താളിമാതളക്കായുടെ തോട്, ജടാമാഞ്ചി, ചുക്ക്, കുരുമുളക്, തിപ്പലി, വരട്ടുമഞ്ഞൾ, പൊങ്ങിൻകുരു ഇവ സമം പൊടിച്ച് കാടിയിൽ നല്ലതുപോലെ അരച്ച് കണ്ണിൽ എഴുതുക. എത്ര ഭയങ്കരമായ വിഷൂചികയും ശമിക്കുന്നതാണ്. ത്രിഫലത്തോട്, ത്രികടു, കൊടുവേലിക്കിഴങ്ങ്, കൂവളത്തിൻ വേര്, വയമ്പ്, അതിവിടയം ഇവ സമം ചേർത്തരച്ച് 3 കുന്നിക്കുരു അളവിൽ ഗുളികയുണ്ടാക്കി ശർക്കര ചേർത്ത് സേവിക്കുക. അജീർണവും വയറുവേദനയും വാതകഫങ്ങൾ കോപിച്ചുണ്ടാകുന്ന മറ്റു രോഗങ്ങളും ശമിക്കുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് അഗ്നിമുഖ ചൂർണം. ഈ ചൂർണം തൈരിലോ തൈരിൻ വെള്ളത്തിലോ മദ്യത്തിലോ ചൂടുവെള്ളത്തിലോ സേവിക്കണം. ഈ വാതഹരമായ ചൂർണം സേവിച്ചാൽ ഉടൻ തന്നെ ഉദാവർത്തം, അജീർണം, പ്ലീഹരോഗം, ഉദരം ഇവയും അവയവങ്ങൾ അടർന്നു വീഴാൻ പോകുന്നത് പോലെ തോന്നുന്നതും കൂട്ടുവിഷവും അർശോരോഗവും അഗ്നിമാന്ദ്യവും ശൂലരോഗവും ഗുൽമരോഗവും കാസവും ശ്വാസവും ക്ഷയവും ശമിക്കുന്നതാണ്. അടുത്തത് ഹിംഗു അഷ്ടകചൂർണം. അതായത് നമ്മൾ സാധാരണ കൊടുക്കാറുള്ള അഷ്ടചൂർണം തന്നെയാണ് ഹിംഗു അഷ്ടകചൂർണം എന്ന് പറയുന്നത്. ഹിംഗു എന്ന് വെച്ചാൽ കായമാണ്. അതായത് ഈ അഷ്ടചൂർണം നെയ്യിൽ കുഴച്ച് ഊണിൻ്റെ ആദിയിൽ സേവിക്കുക. ജഠരാഗ്നി വർദ്ധിക്കും, വാതഗുൽമ ശമിക്കുകയും ചെയ്യും. മറ്റു കുട്ടികൾക്കുണ്ടാകുന്ന ധാരാളം അസുഖങ്ങൾക്കും കൊടുക്കുന്നതാണ്. ഇനി ഹിംഗ്വാദി ചൂർണം നോക്കാം. ഹിംഗ്വാദി ചൂർണം മാതളനാരങ്ങയുടെ രസത്തിലോ ചൂടുവെള്ളത്തിലോ കലക്കി സേവിക്കാം. ഗുൽമരോഗം, അഗ്നിമാന്ദ്യം, അരുചി, പ്ലീഹ, അർശസ്, ഗളകണ്ഠം, ഗ്രഹണി, വയർവീർപ്പ് ആദിയായ എല്ലാ രോഗങ്ങളും ശമിക്കുന്നതാണ്. അടുത്തത് കടുക്ക, തിപ്പലി, ചുക്ക് ഇവ സമമായി സേവിച്ചാൽ ജഠരാഗ്നിക്കു ബലമുണ്ടാകും. ദോഷകോപം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ശമിക്കും. തികട്ടി വരുന്ന വായുവിൽ ദുർഗന്ധം മുതലായ ദോഷങ്ങൾ ഇല്ലാതിരിക്കും. മനസ്സിനും ബുദ്ധിക്കും ഉന്മേഷമുണ്ടാകും. മലമൂത്രാദികൾ യഥാക്രമം പോയിക്കൊണ്ടിരിക്കും. ശരീരത്തിന് ലാഘവും വിശപ്പും ദാഹവും ഉണ്ടാകും. ഇവയെല്ലാം ആഹാരം ദഹിച്ചാലുള്ള ലക്ഷണങ്ങളാകുന്നു. ഇനി ഇതിൽ പ്രയോഗിക്കുന്ന യോഗകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വായു നീക്കം ചെയ്യുന്നതിനുള്ള പവനമുക്താസനം, സുപ്ത വജ്രാസനം, ഉഷ്ട്രാസനം, ത്രികോണാസനം, മത്സ്യാസനം, ബലാസനം, സൂര്യ നമസ്കാരം, പശ്ചിമോത്താനാസനം, ശശാങ്കാസനം, താടാസനം, നാഡീശോധന പ്രാണായാമം, ഉഡ്യാന ബന്ധം, അപാനവായുമുദ്ര, അശ്വിനി മുദ്ര, അഗ്നിസാരക്രിയ എന്നിവയെല്ലാം ഇവിടെ ചെയ്യാവുന്ന യോഗകളാണ്. ഇത്രയുമാണ് അജീർണ അധികാരം എന്ന അധ്യായത്തെപ്പറ്റി പറയാനുള്ളത്. അടുത്തതായിട്ട് കൃമിരോഗം എന്ന അധ്യായം അടുത്ത വോയിസിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.